മനുഷ്യ മനസ്സ് എപ്പോഴും ഒരു നിഗൂഢതയാണ്. നമ്മൾ ഒരു വ്യക്തിയെ ദിവസവും കാണുന്നുണ്ടാകാം, ഒന്നിച്ചൊരേ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകാം, മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ടാകാം. പക്ഷേ അവർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിക്കാറുണ്ടോ? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാരതീയ തത്വചിന്തകനായ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ യഥാർത്ഥ ബന്ധു ആരാണെന്ന് അറിയണമെങ്കിൽ അവൻ രോഗബാധിതനാകുമ്പോഴോ, ശത്രുക്കളാൽ വളയപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യത്തിൽ വീഴുമ്പോഴോ നോക്കുക. ആധുനിക മനഃശാസ്ത്രവും ഇതിനെയാണ് ശരിവെക്കുന്നത്. വാക്കുകൾ കൊണ്ടും വലുപ്പമേറിയ പ്രഖ്യാപനങ്ങൾ കൊണ്ടും ആർക്കും ആരെയും സ്നേഹിക്കാം, പ്രണയത്തിന്റെ വൻമതിലുകൾ തീർക്കാം. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും യഥാർത്ഥമായ വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ വാക്കുകളിലല്ല, മറിച്ച് അവരുടെ ബോധപൂർവമല്ലാത്ത പ്രവൃത്തികളിലും പെരുമാറ്റങ്ങളിലുമാണ് എന്നാണ്. ശ്രീബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളൊരു പൂവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് പറിച്ചെടുക്കും. എന്നാൽ നിങ്ങൾ ആ പൂവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ദിവസവും വെള്ളമൊഴിക്കും. ഈ ആധുനിക യുഗത്തിൽ സ്വാർത്ഥതയുടെയും താൽക്കാലിക താല്പര്യങ്ങളുടെയും കാപഢ്യങ്ങൾക്കിടയിൽ നമുക്കായി ദിവസവും വെള്ളമൊഴിക്കുന്ന, നമ്മുടെ ജീവിതത്തെ കാത്തുസൂക്ഷിക്കുന്ന ആ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന, നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവരുടെ ഉപബോധ മനസ്സ് ചില പ്രത്യേക ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. നമ്മൾ സാധാരണയായി ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ മനഃശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിച്ചെഴുതിയ 9 അസാധാരണമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ചിലപ്പോഴൊക്കെ കനത്ത ഇരുട്ട് നമ്മളെ മൂടാറുണ്ട്. കടുത്ത മാനസിക സങ്കടങ്ങളോ, കരിയറിലെ പരാജയങ്ങളോ, സാമ്പത്തിക പ്രതിസന്ധികളോ വന്ന് ഒരാൾ പൂർണ്ണമായി തകർന്നു പോകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകും. ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പ് തോന്നി എല്ലാവരിൽ നിന്നും ഒളിച്ചോടാൻ ആഗ്രഹിക്കുമ്പോഴും അവർ ആദ്യം ഓടിയെത്തുക നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യൂങ് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു മനുഷ്യന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായി അലിയുമ്പോൾ മാത്രമാണ് അവിടെ യഥാർത്ഥ പരിവർത്തനം ഉണ്ടാകുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇമോഷണൽ ആങ്കറിംഗ് എന്ന് വിളിക്കാം. അവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് തങ്ങളുടെ തകർച്ചയുടെ കഥകൾ പറയുവാൻ താല്പര്യമുണ്ടാവുകയില്ല. പകരം നിങ്ങളുടെ അരികിലിരുന്ന് കുറച്ചുനേരം നിശബ്ദമായി കരയാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെറുതെ ഇരിക്കാനോ ആയിരിക്കും അവർ ആഗ്രഹിക്കുക. ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ ആരുടെ മുന്നിലാണോ വരുന്നത്, അവരെയാണ് ആ മനുഷ്യൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും. നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി അവരുടെ ഉള്ളിൽ വലിയൊരു ദുഃഖം മാറാൻ എന്ന് അവരുടെ ആത്മാവ് വിശ്വസിക്കുന്നു. സൂഫി വര്യനായ റൂമി പാടിയതുപോലെ, മുറിവുകളിലൂടെയാണ് വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. തങ്ങളുടെ ആ മുറിവുകളിലേക്ക് നിങ്ങളുടെ വെളിച്ചം പ്രവേശിക്കാൻ അവർ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ അതിനർത്ഥം അവരുടെ ജീവിതത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് എന്നാണ്. രണ്ടാമതായി, നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ഒരിക്കലും പരസ്യമായി കുറ്റപ്പെടുത്താറില്ല. അവർ രഹസ്യമായി കുറ്റപ്പെടുത്തുകയും പരസ്യമായി നിങ്ങളെ പുകഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ അന്തസ്സും അഭിമാനവും സ്വന്തം ജീവൻ പോലെ പ്രധാനപ്പെട്ടതായിരിക്കും. 4 പേര് കൂടുന്ന ഒരു സമൂഹത്തിലോ കുടുംബ ചടങ്ങുകളിലോ വെച്ച് അവർ എപ്പോഴും നിങ്ങളുടെ നല്ല ഗുണങ്ങളെയും കഴിവിനെയും മാത്രം എടുത്തു പറഞ്ഞു പുകഴ്ത്തും. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കാനോ ചെറുതാക്കി കാണിക്കാനോ ശ്രമിച്ചാൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു വൻമതിൽ പോലെ പ്രതിരോധം തീർക്കും. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളെ വേദനിപ്പിക്കാൻ അവർ ആരെയും അനുവദിക്കുകയില്ല. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, സത്യം പറയുക, എന്നാൽ അത് ഹൃദ്യമായ രീതിയിൽ പറയുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കൈപ്പേറിയ സത്യങ്ങൾ പരസ്യമായി വിളിച്ചു പറയാതിരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവർ ഈ തത്വം കൃത്യമായി പാലിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അവർ അതൊരിക്കലും ലോകത്തോട് വിളിച്ചു പറഞ്ഞ് നിങ്ങളെ നാണം കെടുത്തുകയില്ല. പകരം മറ്റാരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു സ്വകാര്യ നിമിഷത്തിൽ വളരെ രഹസ്യമായി നിങ്ങളെ മാത്രം അരികിലേക്ക് വിളിച്ച് മാന്യമായ രീതിയിൽ ആ കുറവുകൾ പറഞ്ഞു തന്നു തിരുത്തും. കാരണം അവർക്ക് നിങ്ങളെ ലോകത്തിനു മുന്നിൽ ജയിപ്പിക്കണം, തോൽപ്പിക്കാനല്ല. നിങ്ങളുടെ ബലഹീനതകൾക്ക് കാവൽ നിൽക്കുന്ന ആ സ്നേഹം
നിങ്ങളുടെ ആത്മവിശ്വാസത്തെ എത്രമാത്രമാണ് ഉയർത്തുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. മൂന്നാമതായി, വിജയങ്ങളുടെ ക്രെഡിറ്റ് അവർ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. മനുഷ്യ സഹജമായി പലരും സ്വന്തം വിജയങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിക്കുന്നവരാണ്. ഞാനെന്ന അഹംഭാവവും ഈഗോയും മനുഷ്യനെ എപ്പോഴും ഭരിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ എന്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നിങ്ങളുടേതാണ് എന്ന് പറയും. നീ ഉള്ളത് കൊണ്ടാണ്, നിന്റെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തിയത് എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയും. മനഃശാസ്ത്രജ്ഞനായ എറിക് ഫ്രം ദ ആർട്ട് ഓഫ് ലവിങ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അപക്വമായ സ്നേഹം പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കാരണം എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എന്നാൽ പക്വമായ സ്നേഹം പറയും, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തങ്ങളുടെ വിജയങ്ങളിൽ നിങ്ങളെ പങ്കാളിയാക്കാൻ അവർ കാണിക്കുന്ന ആ മനസ്സ് ഈ പക്വമായ സ്നേഹത്തിന്റെ തെളിവാണ്. അവരുടെ ജോലിയിലോ സ്വഭാവത്തിലോ ചിന്തകളിലോ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾക്ക് കാരണം നിങ്ങളാണെന്ന് സമ്മതിക്കാൻ അവരുടെ ഈഗോ ഒരിക്കലും തടസ്സമാകാറില്ല. നിങ്ങളോട് എപ്പോഴും വലിയ നന്ദിയും ഒരു പ്രത്യേക തരത്തിലുള്ള ആദരവും പ്രതിബദ്ധതയും അവർ ഉള്ളിൽ സൂക്ഷിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും. നാലാമതായി, അവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒപ്പമില്ലാത്തപ്പോഴും അല്ലെങ്കിൽ ദിവസങ്ങളോളം അകന്നിരിക്കുമ്പോഴും അവരുടെ ചിന്തകൾ എപ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്നോ നിന്നെ ഞാൻ സ്വപ്നം കണ്ടു എന്നൊക്കെ അവർ യാദൃച്ഛികമായി നിങ്ങളോട് വന്നു പറയും. ശ്രീബുദ്ധൻ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ചിന്തകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ എന്തായി തീരുന്നുവോ അത് നമ്മുടെ ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു. അവരുടെ ചിന്താ ലോകത്ത് നിങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാണ് മനഃശാസ്ത്രം വ്യക്തമാക്കുന്നത്. ഒരു മനോഹരമായ വരി വായിക്കുമ്പോഴോ ഒരു നല്ല കാഴ്ച കാണുമ്പോഴോ ഒക്കെ ഇത് അവന് അവൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കും. കാരണം അവരുടെ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം അത്രമേൽ ആഴത്തിൽ പതിഞ്ഞു പോയതാണ്. നിങ്ങളെ ഓർക്കാൻ അവർക്ക് പ്രത്യേക കാരണങ്ങളോ ദിവസങ്ങളോ വേണ്ട. അവരുടെ ശ്വാസത്തിന്റെ താളം പോലെ നിങ്ങളുടെ ഓർമ്മകളും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. അഞ്ചാമതായി, നിങ്ങളുടെ വാക്കുകൾക്ക് അവർ നൽകുന്ന രാജകീയ പരിഗണനയാണ്. യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് എപ്പോഴും വലിയ ബഹുമാനമുണ്ടാകും. അവരുടെ ജീവിതത്തിലെ എന്ത് ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും അവർ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിരിക്കും. ഒരു പുതിയ വസ്ത്രം വാങ്ങുന്നത് പോലെയുള്ള ചെറിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കരിയറിലെ വലിയൊരു മാറ്റം പോലുള്ള വലിയ കാര്യങ്ങളിലോ അവർ നിങ്ങളുടെ വാക്കിനായി കാതോർക്കും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാന്മാരായ ആളുകൾ എപ്പോഴും മറ്റുള്ളവരുടെ നല്ല ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ചിന്തകളെയും യുക്തിയെയും അത്രമേൽ വിലമതിക്കുന്നു. ഒരുപക്ഷെ അവസാനം അവർ സ്വന്തം തീരുമാനവുമായി മുന്നോട്ടു പോയാൽ പോലും നിങ്ങളുടെ അഭിപ്രായം അറിയുക എന്നത് അവർക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ ഒരു പ്രോത്സാഹനം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നിങ്ങളുടെ ചിന്തകൾക്കും നിർദ്ദേശങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. ആറാമതായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെയും പ്രിയപ്പെട്ടവരായി മാറും എന്നുള്ളതാണ്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും സ്വാർത്ഥമല്ല. അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല. അതിന് നിങ്ങളെ ചുറ്റിയുള്ള പ്രപഞ്ചത്തോടും ഇഷ്ടമായിരിക്കും. അവർക്ക് നിങ്ങളോട് മാത്രമല്ല ഇഷ്ടം, നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ലോകത്തോടും അവർക്ക് വലിയ താല്പര്യമായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടാനും അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും അവർ എപ്പോഴും ആവേശം കാണിക്കും. ശ്രീബുദ്ധൻ കരുണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു യഥാർത്ഥ സ്നേഹം എന്നത് എല്ലാവരിലേക്കും പടരുന്ന പ്രകാശമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ പ്രകാശം നിങ്ങളുടെ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും പടരും. നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്യാനോ അച്ഛന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കാനോ ഒക്കെ അവർ എപ്പോഴും സമയം കണ്ടെത്തും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുന്നത് വഴി നിങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. നിങ്ങളുടെ ലോകത്തെ സ്വന്തം ലോകമായി കാണാൻ കഴിയുന്നതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഭാവം. ഏഴാമതായി, വിട്ടുമാറാത്ത ഫോൺ കോളുകളും ടൈം ട്രാവലുമാണ്. നിങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കുക എന്നത് ഒരിക്കലും മടുപ്പുള്ള കാര്യമായിരിക്കുകയില്ല. അവരുമായി സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ സമയബോധം ഉണ്ടാവുകയില്ല.
മണിക്കൂറുകളോളം നീളുന്ന ഫോൺ കോളുകൾക്കൊടുവിലും അവർ പറയും, സമയം പോയതേ അറിഞ്ഞില്ല. നിന്നോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് എന്ന്. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഫ്ലോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. നമ്മൾ പ്രിയപ്പെട്ട ഒന്നിനോടൊപ്പം ആയിരിക്കുമ്പോൾ സമയത്തിന്റെ അളവ് നഷ്ടപ്പെടുന്ന അവസ്ഥ. നിങ്ങളോടുള്ള ഈ താല്പര്യക്കൂടുതൽ കൊണ്ടാണ് ഫോണിലൂടെയോ നേരിട്ടോ ഉള്ള സംഭാഷണം ഇത്രയും നീണ്ടുപോകുന്നത്. മറ്റുള്ളവരോടൊക്കെ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇൻട്രോവെർട്ടായ ആളുകളാണെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. ലോകകാര്യങ്ങൾ മുതൽ തങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ചെറിയ ഭയങ്ങൾ വരെ അവർ നിങ്ങളോട് പങ്കുവയ്ക്കും. 8ാമതായി, സംസാരിക്കാനുള്ള സ്പേസ് നൽകുന്ന പെരുമാറ്റമാണ്. ചില മനുഷ്യരുണ്ട്, അവർ എപ്പോഴും സ്വന്തം കാര്യങ്ങളും സ്വന്തം നേട്ടങ്ങളും സ്വന്തം സങ്കടങ്ങളും മാത്രം സംസാരിച്ച് മറ്റുള്ളവരെ ബോറടിപ്പിക്കും. എന്നാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അവർ സ്വന്തം കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കും. റൂമി ഒരിക്കൽ എഴുതി, വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദത്തിന് കാതോർക്കും. നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ പ്രകടിപ്പിക്കാനുമുള്ള ഒരു സ്പേസ് അവർ തരും. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അവർ ഫോണിൽ നോക്കിയിരിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല. പകരം നിങ്ങളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവർ ഒരു നല്ല ശ്രോതാവായി ഒപ്പമുണ്ടാകും. നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ മൗനങ്ങളെ പോലും വായിച്ചെടുക്കാൻ അവർ കാണിക്കുന്ന ആ ക്ഷമയാണ് അവരുടെ സ്നേഹം. 9ാമതായി, നിങ്ങളുടെ സാന്നിധ്യത്തിനായി അവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ആർക്കും സമയമില്ലായ്മ എന്നൊരു പ്രശ്നമില്ല. എല്ലാം മുൻഗണനകളുടെ കാര്യമാണ്. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ എത്ര വലിയ തിരക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്കായി സമയം മാറ്റിവെക്കും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സമയത്തെ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ചിലവഴിക്കുന്നത് അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള വ്യക്തികൾ. അവർ ഫ്രീ ആകുന്ന നിമിഷങ്ങളിൽ ആദ്യം ഓടിയെത്തുകയോ വിളിക്കുകയോ ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. ഞാൻ അങ്ങോട്ട് വരട്ടെ, നമുക്കൊന്ന് കാണേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഒപ്പം സമയം ചിലവഴിക്കാൻ അവർ എപ്പോഴും ആഗ്രഹിക്കും. അവരുടെ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നിന്ന് അവർ നിങ്ങൾക്ക് നൽകുന്ന ആ സമയം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. വാക്കുകൾ കൊണ്ട് ആർക്കും ആരെയും സ്നേഹിക്കാം, പ്രണയം നടിക്കാം, മനോഹരമായ കവിതകൾ എഴുതാം. എന്നാൽ ഈ പറഞ്ഞ 9 മനഃശാസ്ത്രപരമായ ലക്ഷണങ്ങൾ ഒരാളുടെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർ നിങ്ങളെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അവരുടേത് അഭിനയമല്ല, മറിച്ച് ആത്മാവിൽ നിന്നുള്ള സ്നേഹമാണ്. ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ അവസാനം ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ചു, നിങ്ങൾ എത്രമാത്രം ശാന്തമായി ജീവിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തവയെ നിങ്ങൾ എത്രമാത്രം മനോഹരമായി ഉപേക്ഷിച്ചു. ഈ 9 ലക്ഷണങ്ങളിൽ ഭൂരിഭാഗവും കാണിക്കുന്ന ഒരൊറ്റ വ്യക്തിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്. ആ സ്നേഹത്തെ ഒരിക്കലും കാണാതെ പോകരുത്. തിരക്കുകൾ കാരണമായി അവരെ മാറ്റി നിർത്തരുത്. കാരണം ഈ ലോകത്തിൽ പണം കൊടുത്താൽ എല്ലാം വാങ്ങാൻ കിട്ടിയേക്കാം, പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവമായ ഒന്നായിരിക്കും ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ സ്നേഹം. ഈ ലക്ഷണങ്ങൾ ഓരോന്നായി കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ ആ മുഖം ആരുടേതാണ്? നിങ്ങളുടെ പങ്കാളിയുടേതാണോ, സുഹൃത്തിൻ്റെതാണോ, അതോ മാതാപിതാക്കളുടേതാണോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.